ഇനി ഇതൊന്നും തയ്യാറാക്കാൻ വലിയ പണിയേ അല്ലെന്നേ. എളുപ്പത്തിലും ടേസ്റ്റിലും അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ടും ഒരു കുക്കർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കുക്കർ എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയോടൊപ്പം വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. പക്ഷെ ഞാനിവിടെ ഒരല്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണയും നെയ്യും നന്നായിട്ട് അവിടെ ഇരുന്ന് ചൂടാവട്ടെ. ആ നേരം കൊണ്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. എണ്ണയും നെയ്യും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാള, നല്ല വലിപ്പമുള്ള സവാളയാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ സവാളയാണെങ്കിൽ 2 വരെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 2 പച്ചമുളകും ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവനവൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ 2 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. വലിയ എരിവില്ല, എന്നാൽ മീഡിയം എരിവുള്ള 2 പച്ചമുളകാണ് ഇതിലേക്ക് ചതച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. തക്കാളിയുടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊരു കുഴമ്പ് പരുവത്തിൽ വഴറ്റിയെടുക്കണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് കൂടാതെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്നാണ് ഗരം മസാല വാങ്ങിക്കുന്നതെങ്കിൽ അതും 1.5 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ അളവിൽ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ കുക്കാവുന്ന രീതിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബീഫ് വേവാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 7-8 വിസിലോളം വന്നു. അപ്പം നിങ്ങളുടെ ബീഫിനനുസരിച്ച് നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ വേവിക്കുന്നത്. ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും, എങ്കിൽ പോലും നമ്മളൊരു അല്പം വെള്ളം കൂടെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ വെള്ളം നമുക്ക് ചോറ് വേവിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീഫൊക്കെ നല്ലതുപോലെ വേവിച്ചതിന് ശേഷം പ്രഷറെല്ലാം നല്ലതായിട്ട് സെറ്റിലായതിനു ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളുടെ ബീഫെല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ബീഫിൻ്റെ കഷ്ണം മാത്രം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഗ്രേവി ഒന്ന് അളന്ന് മാറ്റി വെക്കാം. അപ്പം അതേ കുക്കറിലോട്ട് തന്നെ ഞാൻ ആ ഗ്രേവി ഒന്ന് അളന്നത് ഒഴിക്കുന്നുണ്ട്. ഇത് 1 കപ്പ് ഗ്രേവി ഉണ്ട്. അപ്പം ഇനി ഞാൻ ആക്ച്വലി ടോട്ടലായിട്ട് 2 കപ്പ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 3 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൽ 1 കപ്പ് ഞാൻ ഗ്രേവി ഒഴിച്ചു കൊടുത്തു. ബാക്കിയുള്ള 2 കപ്പാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം 2 ഏലക്ക കൂടെ ഇതിലേക്ക് പൊട്ടിച്ചിടാം. വെള്ളം നന്നായിട്ട് തിളക്കാനായിട്ട് തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളം, അതായത് നമ്മുടെ ഗ്രേവിയോട് ചേർന്നിട്ടുള്ള ആ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ചേർത്ത് കൊടുക്കാം. അത് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പായി പോയതാണ്. അപ്പം അത് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മളുടെ ജീരകശാല അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ബീഫിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് 1 വിസിൽ വരുന്നിടം വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. 1 വിസിലിന് ശേഷം ഇത് അടച്ച് വെച്ച് നമ്മൾ പ്രഷറൊക്കെ സെറ്റിലാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രഷറെല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി മണമാണ് നമ്മളുടെ റൂമിലെല്ലാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഒരു സ്പൂൺ വെച്ചിട്ടൊന്നും ഇതങ്ങനെ ഇളക്കരുത്. പകരം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ നമ്മൾ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മളുടെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടെ തൂവി നമുക്കൊന്ന് സെർവ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ലുക്കാണ് നമ്മളുടെ ഈ റൈസിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.